നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ പോസ്റ്റ് ഓഫീസ് റിലേറ്റ് ചെയ്ത ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ്. ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുമായി റിലേറ്റ് ചെയ്ത ഒരു നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന്റെ അണ്ടറിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ നല്ല രീതിയിൽ ഇന്ത്യ ഗ്രോത്തും കാര്യങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ അതിന്റെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഒരു രീതിയിലേക്കൊരു ടെക്നിക്കൽ ഇന്ത്യ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കാൻ വേണ്ടി തീരുമാനമായത്. അപ്പൊ ഇത് 21-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുമായിരുന്നു. 21-ാം തീയതി രാവിലെ 10 മണി തൊട്ട്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 10/1/2025 അതായത് ജനുവരി മാസം 10-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാവും. അല്ല, JMGS എന്ന് പറഞ്ഞ പോസ്റ്റാണ് വിത്തൗട്ട് എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ MMGS വരുന്ന പോസ്റ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. JMGS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് ബാർ സ്കെയിലാണ്. അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. 1/12/2024 ബേസ് ചെയ്തിട്ട് 30 വയസ്സ് വരെയാണ് അവരവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. 20-നും 30-നും ഇടയ്ക്കുള്ളവർക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാവും. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്താ അവിടെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, എക്സ്പീരിയൻസ് അവിടെ ആവശ്യമില്ല. ഇനി മാനേജർ പോസ്റ്റ് ആണെങ്കിൽ അവിടെ എന്താ 23 തൊട്ട് 35 വയസ്സ് വരെയാണ്. അവിടെ 3 വർഷം എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. സീനിയർ മാനേജർ ആണെങ്കിൽ 26 തൊട്ട് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. 6 വർഷത്തെ എക്സ്പീരിയൻസ് അവിടെ ആവശ്യമുണ്ട്. പിന്നെയുള്ളത് വെച്ചാല് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട്. ഇതെന്താ കോൺട്രാക്ട് ആണ്, പെർമനന്റ് പോസ്റ്റ് അല്ല. അപ്പൊ അതിന്റെ വേക്കൻസീസ് പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ IT 54 വേക്കൻസിയാണ് ഉള്ളത്. അതിന്റെ സ്പ്ലിറ്റ് അപ്പ് 33 അൺറിസർവ്ഡ്, 8 OBC, 5 EWS, 6 SC, 2 ST എന്നുള്ള രീതിയിലാണ് അവിടെ സ്പ്ലിറ്റ് അപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ IT, അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? IT ആപ്ലിക്കേഷൻ മോണിറ്ററിംഗ്, ആപ്ലിക്കേഷൻ ഡിസൈൻ, അതുപോലെ സൊല്യൂഷൻ ഡിസൈൻ, പെർഫോമൻസ് മോണിറ്ററിംഗ്, പ്രൊജക്ട് മാനേജ്മെന്റ്, മിഡിൽ വെയർ മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ്, ജാവ ബേസ്ഡ് ആപ്ലിക്കേഷൻ ലോഗ് മോണിറ്ററിംഗ്, IT ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ആൻഡ് മോണിറ്ററിംഗ്, വെർച്വലൈസേഷൻ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. സെർവർ പാച്ചിങ്, മിഡിൽ വെയർ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ക്വാളിഫിക്കേഷൻ BE/BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി ഇൻസ്ട്രുമെന്റേഷൻ ആണ് ഇതിൽ എന്ത് പറഞ്ഞേക്കുന്നത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അതെങ്കിൽ PGT കാര്യം പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും പറയുന്നുണ്ട്. അതേപോലെ ഇതിലൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് 1 year എക്സ്പീരിയൻസ് ഇൻ IT domain in bank or financial institution will be given preference എന്നുള്ള രീതിയിൽ എന്ത് അവരവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ മാനേജർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് തന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ അതിന്റെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ 3 വർഷം എക്സ്പീരിയൻസ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. മാനേജർ IT ആണെങ്കിൽ 8 വർഷം അവിടെ എന്താ ക്വാളിഫിക്കേഷൻ അവിടെ ആവശ്യമായിട്ട്, എക്സ്പീരിയൻസ് അവിടെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതില് അപ്ലിക്കേഷൻ ഫീ വന്നിട്ടുള്ളത് 150 രൂപയാണ്. SST/PW കാൻഡിഡേറ്റ്സിന്. ഫോർ ഓൾ അതേഴ്സ് 750 റുപ്പീസ് ആണ് വരുന്നത്. അതേപോലെ സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യാം, ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. അത് കൂടാണ്ട് എന്ത് ചെയ്യാം, അവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതാണ് അവിടെ സെലക്ഷൻ പ്രോസസ് ആയിട്ടുള്ളത്. പിന്നെ സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 സ്കെയിൽ ഓഫ് പേ അവിടെ പറഞ്ഞിട്ടുള്ളത്. സ്കെയിൽ 1 1,40,398. അതായത് ജൂനിയർ മാനേജർ അല്ലെങ്കിൽ JMGs എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്ത് ഇതാണ് പെർ മന്ത് നിങ്ങളുടെ CTC വരുന്നുണ്ടാവുക. സ്കെയിൽ 2 ആണെങ്കിൽ 1,77,146 പെർ മന്ത് ആണ്. 2,25,537 ആണ് പെർ മന്ത് ആയിട്ട് വരുന്നുണ്ടാവുക. നല്ലൊരു പേ, നല്ല സ്കെയിൽ ഓഫ് പേ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോർ ദാൻ 1 പോസ്റ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് അവിടെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ ജസ്റ്റ് ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്ക് എന്ന രീതിയിൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് തന്നെ എന്ത് ചെയ്യാം, അവിടെ ഈ ഒരു രീതിയിൽ തന്നെ വരുന്നുണ്ടാവും. അപ്പൊ അവിടെ കയറിയിട്ട് കയറിയ കരിയർ ഓപ്പണിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ അതിന്റെ എന്താ പറയണ്ടേ, ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇമേജിന്റെ സൈസ്, ഫോട്ടോയുടെ സൈസ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത്, പേയ്മെന്റ് ഫീസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഫോർമാറ്റ് എന്താ അവരുടെ അനക്ഷറിൽ എന്ത് അവരവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.